നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആറങ്ങോട്ടുകരയിൽ കാൽനടയാത്രക്കാർക്ക് നേരെ കാർ പാഞ്ഞു കയറി മേഴത്തൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മേഴത്തൂർ കോടനാട് സ്വദേശിനി തുമ്പപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ രാധയാണ് മരിച്ചത്. 52 വയസ്സാണ്. കൂടെയുണ്ടായിരുന്ന കോടനാട് കാക്കശ്ശേരി ശിവന്റെ ഭാര്യ വസന്തയ്ക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ഫിനോയിൽ പോലുള്ള ക്ലീനിംഗ് വസ്തുക്കൾ വീടുകളിലും കടകളിലും കയറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തിവരികയായിരുന്നു ഇരുവരും. ശനിയാഴ്ച ഉൽപ്പന്നങ്ങൾ മുഴുവൻ വിറ്റുതീർത്ത ശേഷം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഇരുവരെയും പിറകിൽ നിന്നും വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും 10 മീറ്ററോളം ദൂരത്തിലേക്ക് തെറിച്ചു വീണതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. രാധ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചതായാണ് സൂചന. ഗുരുതര പരിക്കേറ്റ വസന്ത തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചെറുതുരുത്തി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച ശേഷമാണ് നിന്നത്. അപകടം നടന്നയുടനെ കാറിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് സൂചന. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ മൊഴി ദുരുപയോഗം ചെയ്ത് യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തെന്ന കേസിൽ ASIക്ക് സസ്പെൻഷൻ. തൃത്താല പോലീസ് സ്റ്റേഷനിലെ ASI കാജ ഹുസൈനെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഹേമാംബിക നഗർ പോലീസ് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് കേസെടുത്തിരുന്നു. തൃത്താല പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പരാതിക്കാരിയുടെ മൊഴിയിൽ മറ്റൊരു യുവാവിനെ പറ്റിയും പറഞ്ഞിരുന്നു. ഇൻസ്പെക്ടർ സ്ഥലത്തില്ലാത്ത സമയത്ത് ഈ യുവാവിനെ ഫോണിൽ വിളിക്കുകയും ഒലവക്കോട്ടയ്ക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് ഇയാൾ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്ന് പോലീസ് അറിയിച്ചു. കപ്പൂർ പറക്കുളത്ത് കേരള NGO യൂണിയൻ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. മന്ത്രി MP രാജേഷ് താക്കോൽദാനം നിർവഹിച്ചു. കേരള NGO യൂണിയന്റെ വജ്രജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന 60 വീടുകളിൽ തൃത്താല പറക്കുളത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനമാണ് സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് താക്കോൽദാനം നിർവഹിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K മഹേഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി R സാജൻ കപൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, MP കൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V മനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂരിൽ KSRTC ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. 3 പേർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ശക്തൻ സ്റ്റാൻഡിൽ പൗരാവലി സ്ഥാപിച്ച ശക്തൻ തമ്പുരാന്റെ പ്രതിമയാണ് തകർന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിമ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പട്ടാമ്പിക്കാർക്കേറെ സുപരിചിതനും ജനകീയനുമായ ഡോക്ടർ ജോസ് പുളിക്കൻ ഇനി ഓർമ്മ. ആമാശയ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു അന്ത്യം. 74 വയസ്സുണ്ട്. തൃശൂർ മണ്ണമ്പേട്ടയിൽ ജനിച്ച അദ്ദേഹം പട്ടാമ്പിയിൽ സ്ഥിര താമസമാക്കിയിട്ട് 41 വർഷമായി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ അദ്ദേഹം ആശുപത്രി സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 49 വർഷം ആതുര സേവന രംഗത്ത് ഡോക്ടറായി പ്രവർത്തിച്ചു. ഞായറാഴ്ച വൈകിട്ട് പട്ടാമ്പിയിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ മണ്ണമ്പേട്ട കുടുംബ വസതിയിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 10:30 മണ്ണമ്പേട്ട സെന്റ് മേരീസ് ഇമാക്കുലേറ്റ് ചർച്ചിൽ സംസ്കാരം നടക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26.
CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ പ്രതിമാസ കഥകളി അവതരണത്തിന് തുടക്കമായി. അരങ്ങ് എന്ന പ്രതിമാസ കഥകളി അവതരണ പരിപാടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നിള ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മല്ലൻ വേഷമാണ് അവതരിപ്പിച്ചത്. കലാമണ്ഡലം ഹരി ആർ നായർ, കലാമണ്ഡലം തുളസികുമാർ, കലാമണ്ഡലം ഹരീഷ് മാരാർ, കലാമണ്ഡലം ശ്രീരാജ്, സദനം ശിവദാസ്, സദനം ശ്രീജിത്ത്, കലാമണ്ഡലം ഹരിഹരൻ, കലാമണ്ഡലം വിഷ്ണു, അരുൺ, രമേശ്, സോഹൻ എന്നിവരും കഥകളി അവതരണത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി കീഴായൂരിൽ രക്തദാന ക്യാമ്പും രക്തദാന സേനാ രൂപീകരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കീഴായൂർ EMS സ്മാരക കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിലാണ് റെഡ്ഡീസ് ബ്ലഡ് കേരള പാലക്കാട് ജില്ലാ കമ്മിറ്റിയും തൃശൂർ IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പും രക്തദാന സേനാ രൂപീകരണവും സംഘടിപ്പിച്ചത്. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ രക്തം ദാനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ രക്തം ദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയാസം ഉള്ളത്. ഇന്നത്തെ ദിവസം പട്ടാമ്പിയിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും പൊതുമേഖലയെ സംബന്ധിച്ചും വളരെ പ്രയാസം നൽകുന്നൊരു ദിവസമാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ വന്ന വാർത്ത പട്ടാമ്പിയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ജോസ് ഡോക്ടറുടെ നിര്യാണമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം നമ്മൾ നേരിടുക ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ അത്താണിയാകുന്നത് എവിടെയാണോ അവിടേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സഹജമായൊരു സ്വഭാവമാണ്. അങ്ങനെ പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി മാറിയ ഒരു മനുഷ്യൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ലാളനയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഒരുപാട് പ്രത്യേകതകൾ. AS വിജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ N രാജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ K ആനന്ദവല്ലി, റെഡ്ഡീസ് ബ്ലഡ് കേരള സംസ്ഥാന പ്രസിഡന്റ് K പ്രഗിൽ പട്ടാമ്പി, ജില്ലാ സെക്രട്ടറി C സുരേഷ് ബാബു, കോർഡിനേറ്റർമാരായ C സാജിദ, K മനോജ്, IMA പ്രതിനിധി ഡോക്ടർ ബാലഗോപാൽ, രാജേഷ് ബാബു, K ബാലചന്ദ്രൻ, K മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തളി ശ്രീ വീരസ്ഥാനം ഭഗവതി ക്ഷേത്രവും മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം സിവിൽ സർജൻ ഡോക്ടർ സുഷമ നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് VKS അടികൾ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം മൂത്ത അടികൾ ശങ്കരനാരായണൻ അടികൾ ഡോക്ടറെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ട്രസ്റ്റ് മെമ്പർമാരായ സോമൻ, വിശ്വംഭരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സേവാസമിതി പ്രസിഡന്റ് രമേശൻ മാസ്റ്റർ, അംഗങ്ങളായ സഞ്ജയൻ, ദിവാകരൻ, കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്ഷേത്ര മാനേജർ VP ഗിരി നന്ദിയും പറഞ്ഞു. ഇന്ന് രാവിലെ ശ്രീവിത്താനം ഭഗവതി ക്ഷേത്രത്തിൽ വന്നത് ഇവിടെ മലബാർ ഐ ഫൗണ്ടേഷനോട് സഹകരിച്ചിട്ട് അമ്പലത്തിൽ നടത്തുന്ന ഐ ക്യാമ്പിൽ പങ്കെടുക്കാനായിരുന്നു. ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ രാവിലെ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അവർക്ക് ഉപകാരപ്രദമാകണമെന്ന് കരുതിയിട്ടാണ് ഈ അമ്പല ഭാരവാഹികൾ ഇങ്ങനെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിൽ നടന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ആലത്തൂരിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് LDF വരവൂർ ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. വരവൂർ പാലക്കൽ സെന്ററിൽ വാദ്യ ആഘോഷങ്ങളോടെ നടന്ന സ്വീകരണ പരിപാടിയിൽ LDF തെരഞ്ഞെടുപ്പ് ലോക്കൽ സെക്രട്ടറി KK ബാബു, CPIM ലോക്കൽ സെക്രട്ടറി KA നൌഫൽ, മാണി കോൺഗ്രസ് M KK ജേക്കബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബൂത്ത് സെക്രട്ടറിമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രവർത്തകർ എന്നിവർ സ്വീകരണം നൽകി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി, CPIM ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ KV നഫീസ, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, ചേലക്കര ഏരിയ സെക്രട്ടറി നന്ദകുമാർ എന്നിവർ രാധാകൃഷ്ണന്റെ കൂടെയുണ്ടായിരുന്നു.
എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നാട്ടിലെ എല്ലാ പ്രബുദ്ധരായ വോട്ടർമാരോടും നല്ലവരായ രക്ഷകർത്താക്കളോടും സഹോദരി സഹോദരന്മാരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തി. തപസ്യ തളിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ വിജയികളെ ആദരിക്കലും പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് ഫലവൃക്ഷത്തൈകൾ വിതരണവും സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് PS സന്ദീപ് സ്വാഗതം പറഞ്ഞു. വരവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CU അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സക്കീന, ബീവാത്തുകുട്ടി, ശങ്കരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തളി പ്രദേശത്തെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കർഷകർ, മറ്റു ക്ലബ്ബ് അംഗങ്ങൾ, തപസ്യ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഫലകവും ഫലവൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രതിനിധി അജിൻ നന്ദി പറഞ്ഞു. തളി മുക്കിലപ്പിടിക ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരം 2024 സംഘടിപ്പിച്ചു. SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് അയ്യൂബിന്റെ അധ്യക്ഷതയിൽ ക്ലബ്ബ് സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വരവൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ CU അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ വരവൂർ ഗവൺമെന്റ് GHS പ്രധാനാധ്യാപകൻ മൊയ്തീൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. തളി UP സ്കൂൾ പ്രധാനാധ്യാപിക പത്മജ ടീച്ചർ, ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ഷംസുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു. ക്ലബ്ബ് അംഗം അമീർ അലി കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകി. കമ്മിറ്റി അംഗങ്ങളായ ബഷീർ, പ്രകാശൻ, ഉസ്മാൻ, അസീസ്, പയാസ് എന്നിവർ നേതൃത്വം നൽകി. ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.